ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ കെട്ടുകേൾവി പോലുമില്ലാത്ത സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം 141 MP-മാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. താങ്കളടക്കം ചില ആളുകളുടെ സസ്പെൻഷൻ ഇനി പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കാൻ കൂടി ഇരിക്കുകയാണ്. നേരത്തെയൊക്കെ ജനാധിപത്യത്തിന് ചരമഗീതം എഴുതണമെന്ന് ആലങ്കാരികമായി പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ രാജ്യം? എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് പാർലമെന്റിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വന്ന് ഒരു പ്രസ്താവന നടത്തണമെന്ന് പറയുന്ന വളരെ ചെറിയ ന്യായമായ ഒരു ആവശ്യം ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാർ പെരുമാറുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള ലാഞ്ചനകളും പ്രവണതകളും ഉണ്ടായിരുന്നു. ഇപ്പം മണിപ്പൂർ സംഭവത്തിൽ പ്രധാനമന്ത്രി വന്ന് പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വരില്ല എന്ന് പറഞ്ഞു. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാസങ്ങളോളം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അതൊരു വിഷയമല്ല എന്ന് പറയുന്നത് തന്നെ അന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും സുരക്ഷയുണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് BJP-ക്കാർ ആവർത്തിച്ച് പറയുന്ന പാർലമെന്റിൽ വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചപ്പോൾ പാർലമെന്റിൽ എല്ലാ ദിവസവും വരുന്ന ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഒരു 4 വരി സ്റ്റേറ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് ആരെയാണ് അന്താളിപ്പിക്കാതിരിക്കുന്നത്? പാർലമെന്റ് ഡെമോക്രസിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് പാർലമെന്റിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള വിധേയത്വം വേണ്ട, ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്വാഭാവികമായിട്ടും വന്ന് അവിടെ പ്രസ്താവന നടത്തില്ലേ? ഈ ഒരു വിഷയത്തിന്റെ മുകളിലല്ലേ ഈ പറയുന്ന പ്രക്ഷുബ്ധാവസ്ഥ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംജാതമായത്? ഇനി ഇതിനെക്കുറിച്ച് ഞാൻ വാ തുറക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയും എനിക്ക് സമ്മതിക്കാമായിരുന്നു. ആ ആഭ്യന്തരമന്ത്രി ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ പോയി പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് എത്ര നേരമാണ് സംസാരിച്ചത്? വീറോടെ സംസാരിച്ചു. ഇനി ആഭ്യന്തരമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി ദൈനിക് ജാഗരൺ എന്ന് പറഞ്ഞ പത്രത്തോട് ഒരു 1.5 മണിക്കൂർ അഭിമുഖം നൽകിക്കൊണ്ട് പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിച്ചു. കീഴ്വഴക്കം എന്താണ്? പാർലമെന്റ് ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മന്ത്രിമാരും സുപ്രധാന നയപരമായ തീരുമാനങ്ങൾ പാർലമെന്റിന്റെ ഉള്ളിൽ വന്ന് നടത്തണമെന്നുള്ള ആ ഒരു കേവലപരമായിട്ടുള്ള കീഴ്വഴക്കം പോലും ലംഘിച്ചിരിക്കുകയാണ്. ഇന്നും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് ഒന്ന് സഭയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ഒരു 2 വരി പറഞ്ഞുകൂടാ? പിന്നെ ഇവർ വെക്കുന്ന ഒരു മുടന്ത ന്യായമുണ്ട്, സ്പീക്കറുടെ ചുമതലയിലാണ് പാർലമെന്റ് ബിൽഡിംഗ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സ്പീക്കറുടെ നിയന്ത്രണത്തിൽ ആരാ ഉള്ളത്? ഏതാനും വാച്ച് ആൻഡ് വാർഡ് സ്റ്റാഫ് മാത്രമാണ്. ബാക്കി അർദ്ധസേനകളിലെ അംഗങ്ങളും IB-യുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെ അംഗങ്ങളല്ലേ പാർലമെന്റിന് സുരക്ഷ ഒരുക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കല്ലേ എല്ലാ സുരക്ഷയുടെയും ഉത്തരവാദിത്തം. ഇന്റേണൽ സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ്? ഇതൊന്നും മനസ്സിലാക്കാതെ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് BJP-ക്ക് അലർജിയുള്ള കാര്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രക്രിയ വേണ്ടതില്ല. ഒരുപക്ഷെ ഒരു രാജവാഴ്ചയിലേക്ക് അല്ലെങ്കിൽ മോഡി വാഴ്ചയിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് വേണം ഈ പുറത്താക്കലിനെ കാണാൻ വേണ്ടി. ഒരു കൂടി അഭിലാഷേ, അതായത് ഇതിനകത്തൊരു അനീതി കൂടിയുണ്ട്. എന്നെ പുറത്താക്കിയിരിക്കുന്ന 3 മാസത്തേക്കാണ് എന്ന് വെച്ചാൽ ഏറ്റവും നിർണായകമാകുന്ന ബജറ്റ് സമ്മേളനത്തിൽ എന്നെ പോലുള്ള ആൾക്കാർ ആ സഭയിൽ ഉണ്ടാകാൻ പാടില്ല. സഭയുടെ ചട്ടം നിയമപ്രകാരം 256 റൂള് പ്രകാരം കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്, റിമൈനിങ് പീരീഡിലേക്ക് മാത്രമേ, അതായത് അവശേഷിക്കുന്ന ദിവസങ്ങളിലേക്ക് മാത്രമേ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഈ രാജ്യസഭാ ചെയർമാൻ അധികാരത്തിലേറിയ ശേഷം മാത്രമാണ് ഒരു അംഗത്തെ പാർലമെന്റ് സമ്മേളനത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു പാർലമെന്റ് സമ്മേളനത്തിലേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായത്. ഇത് എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് പറയാതെ, ആഭ്യന്തരമന്ത്രി പറയാതെ, BJP പറയാതെ ഒരു രാജ്യസഭാ ചെയർമാനോ സ്പീക്കറോ ചെയ്യൂ. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലുള്ള മണിയാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്.